അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യലാണ്. പിന്നെ നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയട്ടെ, ഞാനെങ്ങാനും ഏറെ നബിയോട് ചോദിച്ചിരുന്നുവെങ്കിൽ ലസാദനി, നബി തങ്ങൾ എനിക്ക് ഏറെ വീണ്ടും പറഞ്ഞു തരുമായിരുന്നു. മൂന്നോട്ടം ചോദിച്ചു, നീ 4 5 ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചില്ല. ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. സ്വഹാബിമാര് അയ്യുൽ അമാലി അഫ്ളലു, ഏതാണ് ശ്രേഷ്ഠമായ അമല്? ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ വരണം. റമദാനിൽ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? നബി തങ്ങൾ ജവാദാൻ, തങ്ങൾ ഏറ്റവും നല്ല ദാനധർമ്മിഷ്ഠരായിരുന്നു റമദാനിൽ. വകാന അജ്വദ മാ യകൂൻ ഹീന യൽഖാഹു ജിബ്രീൽ യുദാരിസുൽ ഖുർആൻ, ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടി, അത് ദൗറ ചെയ്യാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമായിരുന്നു റമദാനിൽ. അല്ലാഹുവിന്റെ ഹബീബ് അടിച്ച് ദാനം ചെയ്യും. കിട്ടിയത് മുഴുവൻ, കയ്യിൽ കിട്ടുന്ന മുഴുവൻ കൊടുക്കും. കൊടുത്ത് വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥ വരും. അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവർക്കും കിട്ടും. കാറ്റടിക്കുമ്പോൾ എല്ലാവരുടെ ദേഹത്തും തട്ടൂലെ, എല്ലാവർക്കും നബി തങ്ങൾ കൊടുത്തിരിക്കും. തങ്ങൾക്ക് ആരൊക്കെ ഹദിയ കൊടുക്കുന്നുണ്ടോ അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ നബി തങ്ങൾ ദാനം റമദാനിൽ അങ്ങനെയാ. അതുകൊണ്ട് എല്ലാവരും അവനവന്റെ ഓഹരിയിൽ നിന്ന്, ശമ്പളത്തിൽ നിന്ന്, നമ്മൾക്ക് ഒരുപാട് ഉണ്ടായിട്ടൊന്നും ആവണമെന്നില്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കാനാ. മസ്തതഅതും, നമ്മൾ കഴിവിന്റെ പരമാവധി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നതേ അള്ളാഹു നമ്മളോട് ചോദിക്കും. റമദാനിന് വേണ്ടി മാറ്റിവെക്കുക. റമദാനിലെ ഒരു ഹദിയയ്ക്ക് വേണ്ടി നമ്മുടെ നാഷണൽ മിഷൻ നിങ്ങളുടെ ഓർമ്മയിൽ വരെ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ, ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു, ഏതാണ് നബിയെ അഫ്ളലായ അമല്? ഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും ഈമാൻ കൈകൊള്ളലാണ്. ثم ماذا الجهاد في سبيل الله ثم ماذا حج مبرور. ഹബീബിനോട് ചോദിക്കുകയാണ്. പ്രതിഫലം കൂടുതൽ കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നബിയോട് അവർ ചോദിക്കുന്നത്. അബൂ മൂസ അശ്അരി തങ്ങൾ പറയുന്നു, ഖാലൂ യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ. ഇസ്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാ? ഇസ്ലാമിന് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് അവിടെ ഉദ്ദേശം. എന്താണ് ഹബീബിന്റെ മറുപടി? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷ കിട്ടണം. യാ ചെവി തുറന്ന് കേൾക്കണേ. ഈ വേണ്ടാത്ത ഫിത്നയും ഫസാദും ഫേസ്ബുക്കിൽ എഴുതിവിടുന്ന മുഴുവൻ മഹാന്മാരും കേൾക്കണം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, നിങ്ങളുടെ എഴുത്തിൽ നിന്നും, നിങ്ങളുടെ നാവ്, ഇപ്പൊ നാവിന് പകരം എഴുത്താണ്, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക്, ആരെ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉമ്മത്തുൽ ഇജാബ, അവർക്ക് രക്ഷ വേണം. നിങ്ങൾ നസീഹത്ത് ചെയ്യണം, സാരോപദേശം ചെയ്യണം, പക്ഷെ ആരുടെയും ദേഹത്ത് വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ നാവിൽ നിന്ന്, അവരുടെ കൈ എന്ന് പറഞ്ഞ ശക്തി, അവരുടെ കായബലം, അവരുടെ സ്വാധീനം, അവരുടെ കരുത്ത്, ഇതിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷ വേണം. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്യോ? പേടിയാണ്. സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ വന്നതാണോ? ചോദിക്കുന്ന ചോദ്യം ഇതിന് വല്ല ഫിത്നയും ഉദ്ദേശം ഉണ്ടായിരിക്കോ? ഇങ്ങനെ ഒരാളെ നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മുസ്ലിം അല്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റൂല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ മുസ്ലിം അല്ല. പിന്നെ ഇവരൊക്കെ എന്തിനാ ഇസ്ലാമിന്റെ പേരിൽ എഴുതുന്നത്? അവരെന്തിനാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ എഴുതുന്നത്? ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരും, മുസ്ലിം ആവട്ടെ, എന്നിട്ട് മതി സമസ്തയൊക്കെ. മുസ്ലിമായവർക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആദ്യം ഈ ഒരൊറ്റ ഹദീസ് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണം. മിഗ്ലാഖുൽ ലിൽ ഖൈർ, സർവ്വ നന്മകളെയും പൂട്ടിവെക്കുകയും സർവ്വ തിന്മകളെയും തുറന്നു വിടുകയും ചെയ്യുന്ന എഴുത്തുകളും ചിന്തകളും. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്നയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു തആല ബോധം നൽകട്ടെ. മൻ സലി അയ്യുൽ ഇസ്ലാം, ഇസ്ലാമിൽ എന്താണ് ഏറ്റവും വലിയ ഖൈർ?
മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വേറെയും റിവായത്തുണ്ട് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി. ഇതല്ല അയ്യുൽ ഇസ്ലാമി ഖൈർ ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഹബീബായ നബി തങ്ങളോട് വീണ്ടും ചോദിച്ചു, അയ്യുസ് സ്വലാത്തി അഫ്ളൽ, നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ് നബിയെ? ഖാല തൂലുൽ ഖുനൂത്ത്, ദീർഘമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്ന ദീർഘമായ നൃത്തമുള്ള നിസ്കാരം. വേഗം കുത്തിമറിയരുത്, കുത്തിമറിയരുത്. യാ അല്ലാഹ്, യൻഖുറു നഖറതൈൻ, കോഴി കൊത്തുന്ന പോലെ കുത്തിമറിയരുത്. തൂലുൽ ഖുനൂത്ത് എന്ന് പറഞ്ഞ തൂലുൽ ഖുശൂ', നല്ലവണ്ണം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഖൈർ. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ഒരൽപ്പം സൂറത്തെ കുറിച്ച് കൂടുതൽ ഓതിയിട്ട് തന്നെ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാം. മറ്റെന്താ പറയുന്നറിയോ? 20 വട്ടം തീരുന്നുണ്ട്, അവിടെ 8 കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത്. അപ്പൊ ഇതിനേക്കാളും നല്ല അതല്ലേ? അല്ല, ഖൈർ കസറത്തുസ് സുജൂദ്, കസറത്തുസ് സുജൂദുള്ള ഈ നിസ്കാരം തന്നെ 20 റക്അത്ത് നിസ്കരിക്കും. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അവർക്ക് കിട്ടാതെ വെക്കരുത്. അതൊരു ഖുശൂഅോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട്. ഇതൊരു റമളാനാണ്. നമ്മൾ ഈ വേഗ നിസ്കാരം കഴിഞ്ഞ് ഓടി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് കണ്ണുകൾ നനഞ്ഞ് ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് മനോഹരമായ സൂറത്തുകൾ കേട്ടുകൊണ്ട് ആ ഒരു 20 റക്അത്ത് ഭംഗിയിൽ നിസ്കരിച്ചാൽ എന്ത് മനോഹരായിരിക്കും. നമ്മൾ ഇമാമാരെ പിരിച്ചുവിടും. അവിടെ 20 മിനിറ്റ് തീരുന്നുണ്ട്, ഇവിടെ 40 മിനിറ്റ് എടുക്കുന്നുണ്ട്. കുഴപ്പതാണ്, ഇമാമ് 40 മിനിറ്റ് നിസ്കരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, അവർക്ക് പരി പോയി നിന്നൂടെ? അവരെന്തിനാ പിന്നെ ഇതിന് വരുന്നത്? ഇത് സമയമുള്ളവർക്ക് ചെയ്യാനുള്ളതാണ്, നാഫിലത്താണ്, സുന്നത്താണ്, പുണ്യമാണിത്. സമയമുള്ളവർ ചെയ്താൽ മതി. ആ ചെയ്യുന്നത് ഭംഗിയിൽ ചെയ്യാം. യാസീനോദ്, അൽ ഫാത്തിഹ എന്ന് വിളിക്കും. യാസീനൊക്കെ ഒരു ഓത്തുണ്ട് റബ്ബേ, രാജധാനി എക്സ്പ്രസ് പോവെന്നാ വിചാരിക്കാം. എന്തിനാ അങ്ങനെ ഓതുന്നത്? എന്തിന് തീർക്കുന്നത്? ഈ ധൃതി പിടിച്ച് ലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ, നിങ്ങൾ ഓതുമ്പോൾ ഒരു സൂറത്തിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കരുത്. എപ്പോഴാ കഴിയുക, ഇനി എത്ര പേജുണ്ട്, അങ്ങനെ ആവരുത്. സാവധാനം ആസ്വദിച്ച് തജ്വീദോടുകൂടെ ഓതി. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക എത്ര ആള് ഖുർആൻ ഓതുന്നുണ്ട്, അവരെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റം വരണം. അൽ ഫാത്തിഹ, ഫാത്തിഹ വിളിക്കും, ഖുൽ ഹുവല്ലാഹും ഫാത്തിഹയും. എന്തൊരു സ്പീഡിലാ ഓതുന്നത്, എന്ത് തിരക്കാണുള്ളത്. അത്ര തിരക്കുള്ളവർ ഓതാനും ഫാത്തിഹ വിളിക്കാനും അവിടെ നിൽക്കരുത്. പോയിക്കോളൂ. സമയമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഫാത്തിഹ വിളിച്ച് മനോഹരമായി 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സാവധാനം ഓതി. എന്ത് തെറ്റാ, എന്ത് കുഴപ്പാടെ വരാനുള്ളത്, എന്ത് നഷ്ടം നമുക്കുള്ളത്? 1 മിനിറ്റിൽ 5 6 ഖുൽ ഹുവല്ലാഹു ഓതാൻ കഴിയും. സൂറത്തു യാസീൻ സാവധാനം ഓതിയാൽ 6 മിനിറ്റ് 7 മിനിറ്റ് എടുക്കുള്ളൂ. എന്തിനു പിന്നെ നമ്മളത് കേടെടുത്തുന്നത്? ഖുർആൻ മനോഹരം. അയ്യുൽ ഖുർആനി അഫ്ളൽ, അയ്യുസ് സ്വലാത്തി അഫ്ളൽ. സ്വഹാബിമാർ ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾ എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? തൂലുൽ ഖുനൂത്ത്, ധാരാളം അല്ലാഹുവിനെ പേടിച്ച് നിസ്കരിക്കണം. അങ്ങനത്തെ നിസ്കാരമാവണം. അയ്യുസ് സ്വദഖത്തി അഫ്ളലു, നബിയെ സ്വദഖകളിൽ ഏറ്റവും നല്ല സ്വദഖ ഏതാ നബിയെ? അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖർ. ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട്, ആരോഗ്യമുണ്ട്, കയ്യിൽ കുറച്ചേ പൈസയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ ചെയ്യുന്ന സ്വദഖ. എന്താ പറയാൻ കാരണം എന്നറിയോ? കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, 1000 രൂപ ഉണ്ട്, നിങ്ങൾ ആരോഗ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കറാത്ത് കിടക്കല്ല, ഐസിയുവിൽ കിടക്കല്ല, ഇത് കഴിഞ്ഞാൽ ഇനി മരിക്കുകയാണ്, അങ്ങനത്തെവർക്ക് പ്രയാസം ഉണ്ടാവില്ല. എനിക്ക് നാളെയും ജീവിതമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് അല്ലെങ്കിൽ കുട്ടികളായിട്ടേ ഉള്ളൂ, എനിക്ക് ഒരുപാട് പ്രായമൊന്നും ആയില്ല, ജീവിതം മുന്നിൽ കാണാൻ ഒരുപാട് ആവശ്യങ്ങൾ നടക്കാനുണ്ട്, എന്നിട്ട് കയ്യിലില്ലാതെ വിഷമിക്കുമ്പോ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന സ്വതക്ക, അതിന് വലിയ കൂലിയാണ്. വലിയ പൈസക്കാർ ഒരു പക്ഷെ 5 ലക്ഷം 10 ലക്ഷം കൊടുത്തു വരും. അവരാ കൊടുക്കുന്നത് 10 കോടി എന്ന കാര്യം 10 ലക്ഷം കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ കൊടുക്കുന്ന 100 നിങ്ങളുടെ 1000-ൽ നിന്നാണ്. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ അൽഫ ദിർഹം, 1 ദിർഹമിന് 1000 ദിർഹമിനേക്കാൾ കൂലിയുണ്ടാകും ചിലപ്പോ എന്ന് പറയാൻ കാരണം, ആ 1 ദിർഹം 2 ദിർഹമിൽ നിന്ന് 1 കൊടുത്തത്, മറ്റേ 1000 കൊടുത്തത് ലക്ഷങ്ങളിൽ നിന്ന് 1000 കൊടുത്തിട്ടുണ്ടാവുള്ളൂ.
അതുകൊണ്ട് സ്വതക്കയിൽ ഏറ്റവും വലിയ സ്വതക്ക നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായിരിക്കെ ദാരിദ്ര്യം വരുമോ, ഈ പൈസ കൊടുത്താൽ ഞാൻ കുടുങ്ങുമോ എന്ന് പേടിക്കുന്ന നേരത്ത് കൊടുക്കുന്ന സ്വതക്കയാണ്. മനസ്സിലായല്ലോ അതിനർത്ഥം? അൻത തസദ്ദഖ വഅൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖർ. നിങ്ങൾ ആരോഗ്യവാനാണ്, ഷഹീഹ്, പിഷ്കാൻ തോന്നുന്നുണ്ട്, ഇത് കൊടുത്താൽ ഞാൻ പ്രയാസപ്പെടുക, ഞാൻ പിന്നെ എങ്ങനെ ബസ് കയറി പോവുക, ഇത് ഞാൻ കൊടുത്താൽ എങ്ങനെ രാവിലെ നാളെ ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്, അതിൽ നിന്ന് കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലാ തുംഹിൽ حتى إذا بلغت الحلقوم قلت لفلان كذا ولفلان كذا وقد كان لفلان. സക്കറാത്തിന്റെ നേരമാകുമ്പോൾ നിങ്ങൾ പറയും, ഇനി എനിക്ക് പൈസ വേണ്ട, ഇത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് കൊടുത്തേക്ക്, ഇത് നാട്ടിലെ പള്ളിക്ക് പോവട്ടെ, ഇത് മഹല്ലിന്, ഇത് മഖാമിന്, ഇത് മദ്രസക്ക്, ഇത് നമ്മുടെ മിഷന്, ഇത് നമ്മുടെ ഉസ്താദ്മാരുടെ ശമ്പളത്തിന്. റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുമ്പോൾ നിങ്ങളത് പറയും. അതല്ല വേണ്ടത്, നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെയ്യണം. അതാണ് ഖൈറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയോട് അടുത്തൊരു ചോദ്യം, അയ്യുൽ കലാമി അഫ്ളലു. നബിയെ, ഏറ്റവും നല്ല വാക്ക് എന്താണ് നബിയെ? ഏറ്റവും നല്ല വചനം ഏതാണ്? അയ്യുൽ കലാമി അഫ്ളൽ. അള്ളാഹു അവന്റെ അടിമകൾക്കോ അള്ളാഹുവിന്റെ മലക്കുകൾക്കോ തെരഞ്ഞെടുത്തു കൊടുത്തൊരു വചനമുണ്ട്. അത് ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ശ്രേഷ്ഠമായൊരു ദിക്റാണത്. ദിക്റുകളിൽ ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ കലാമിൽ ശ്രേഷ്ഠം, വെറുതെ നമ്മൾ വർത്തമാനം പറയുന്ന വർത്തമാനത്തിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതൊരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലി നോക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. 3 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അയ്യുൽ അമാലി അഫ്ളലു. അബ്ദുല്ലാഹി ഇബ്നു ഹബശിൽ ഖസ്അമി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ പഠിപ്പിക്കണേ നബിയെ. ഖാല ഈമാനുൻ ലാ ശക്ക ഫീഹി. ഒരു സംശയമില്ലാത്ത ഈമാൻ. ആ വാക്കിന് പ്രത്യേകത ഉണ്ട്. ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാൽ ചിലർക്ക് സംശയം വരും, അതിനപ്പുറത്ത് മറുപടി അറിയില്ല. അതുകൊണ്ടാണ് ഉസ്താദുമാര് പറയുന്നത്, നമ്മുടെ ദീനിന്റെ അഹ്കാമുകൾ ശരിക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ കാലുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ പിന്നെ പതറൂല, പിന്നെ നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ദീൻ എന്താണ് നിങ്ങൾ പഠിക്കണം. ഇതിന്റെ സംശയങ്ങൾ നമ്മൾ ആദ്യം നിവാരണം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുതഹവ്വിഖൂൻ തങ്ങൾ ചോദിച്ചില്ലേ, ബൈബിളിന്റെ ഒരു പേജ് എടുത്തിട്ട്, തൗറാത്തിന്റെ ഒരു പേജ് ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. നബിയെ, ഇതിൽ ഹിക്മത്തുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് നല്ല രസമുള്ള വർത്താന നബിയെ, നല്ല രസമുള്ള സെന്റൻസ് ആണ്. ഉമർ തങ്ങൾ ദേഷ്യം പിടിച്ചില്ലേ, തങ്ങളുടെ മുഖം ചുമന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നിവിടെ കൈ പിടിച്ചു. ഉമറേ, ഹബീബിന്റെ മുഖത്ത് നിങ്ങൾ നോക്കുന്നില്ലേ? ഉമർ തങ്ങൾ മിണ്ടാതെ പേടിച്ചു. അമുതഹവ്വിഖൂൻ, തങ്ങൾ പറയാ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഅന ബൈന ളുഹ്റാനൈക്കും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ ദീൻ പഠിപ്പിക്കാനുണ്ടായിരിക്കെ നിങ്ങൾ അത് മുഴുവൻ പഠിച്ചില്ലല്ലോ. അതിനു മുമ്പ് നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോയി നോക്കുമ്പോ നിങ്ങൾക്ക് വസ്വാസ് വരൂലേ? വലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ഈ കിതാബ് കൊണ്ടുവന്ന നബിന്റെ പേരെന്താണെന്നറിയോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബി ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കൂടെ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഖുർആനാ മൂസ നബി പഠിക്കുക, എന്തല്ല തൗറാത്തായിരിക്കൂല. അങ്ങനത്തെ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ തൗറാത്തിന്റെ പേജ് എടുത്ത് പഠിക്കേ? നബി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഈമാൻ ഇളകാതിരിക്കാൻ. ഈമാൻ ഉറക്കുന്നതിന് മുമ്പ് അത് വേണ്ട. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡീസ്. യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ പറയുന്നത് കേൾക്കേണ്ടി വരും എന്നല്ലാതെ നിങ്ങളുടെ ഈമാൻ ഇളകരുത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അമല് ഈമാനുൻ ലാ ശക്ക ഫീഹി, ഒരു സംശയം വരാത്ത ഈമാനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ ഹിജ്റതി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഹിജ്റ ഏതാണ് നബിയേ? ആ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകത നോക്കി. എന്ത് മനോഹരമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ.
അവരാ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു മനോഹാരിത നോക്കി. അയ്യുൽ ഹിജ്റതി അഫ്ളലു, ഹിജ്റ എന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണെന്നാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ കേട്ടത്. എന്നാൽ ഹിജ്റ ഇനിയുമുണ്ട്. മൻ ഹജറ മാ ഹറമല്ലാഹു അസ്സ വജൽ, അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞത്. മയക്കുമരുന്ന് ലഹരികൾ, നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ക്യാമ്പസുകൾ, റോഡുകൾ, അങ്ങാടികളൊക്കെ ലഹരിയുടെ മേളകളായി മാറുമ്പോൾ അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാതിരിക്കുന്നവർ അള്ളാഹുക്ക് വേണ്ടി ഹിജ്റ ചെയ്യുന്നതിന്റെ കൂലിയാണ് അള്ളാഹു നൽകുന്നത്. അഫ്ളലുൽ ഹിജ്റ അയ്യുൽ ഹിജ്റതി അഫ്ളലു മൻ ഹജറ മാ ഹറമല്ലാഹ്. മദ്യപാനവും ആൽക്കഹോളിസവും വ്യഭിചാരവും തോന്നിവാസവും അള്ളാഹു ഹറാമാക്കിയത്, ഗീബത്തും നമീമത്തും ഖദ്ഫും ലഅനത്തും, ഇങ്ങനെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ അതാണ് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഹിജ്റ. കേവലം ഒരു യാത്ര മാത്രമല്ല. ഫഅയ്യുൽ ജിഹാദി അഫ്ളലു, നബിയെ ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? മൻ ജാഹദൽ മുശ്രികീന ബിമാലിഹി വനഫ്സിഹി, സത്യം മനസ്സിലാക്കി കൊടുക്കാൻ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗം ചെയ്യലാണ്.